നമ്മളോടൊപ്പം ഈ മെഡിക്കൽ കോളേജ് വാർഡിലെ മുൻ കൗൺസിലറായ ശ്രീ GS ശ്രീകുമാറുണ്ട്. അദ്ദേഹം ഇതിനു മുൻപ് ഒരു പരാതി ഉന്നയിച്ചിരുന്നു. അത് ഇതേ യൂറോളജി വകുപ്പിൽ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വകുപ്പിൽ ഒരു പ്രധാനപ്പെട്ട ഉപകരണം ബോധപൂർവം കേടാക്കി എന്നതായിരുന്നു അദ്ദേഹം ഉന്നയിച്ച പരാതി. അദ്ദേഹം ആ പരാതി കൊണ്ടുവന്നപ്പോൾ അതിലൊരു അന്വേഷണം നടക്കുകയും അത് ശരിയാണെന്ന് ആദ്യം പറയുകയും പിന്നീട് ആ പരാതി ശരിയല്ല എന്ന് പറഞ്ഞ് തള്ളുകയും ഒക്കെ ചെയ്ത ഒരു അനുഭവം ശ്രീ GS ശ്രീകുമാറിന് ഇവിടെ പറയാനുണ്ടാകും. ശ്രീ GS ശ്രീകുമാർ, എന്തായിരുന്നു താങ്കൾ ഉന്നയിച്ച പരാതി? എന്തായിരുന്നു ആ പരാതിയുടെ അടിസ്ഥാനം? എന്ത് നടപടിയാണ് അതിന്മേലുണ്ടായത്? 2023 ഈ യൂറോളജി വിഭാഗത്തിലെ ഈ മൂത്രാശയത്തിലെ കല്ല് പൊടിച്ചു കളയുന്ന ഉപകരണം യന്ത്രത്തിന് അതിൻ്റെ ഒരു കേബിൾ, ഏകദേശം 5 ലക്ഷം വിലയുള്ള ആ കേബിൾ അത് തകരാറിലായി എന്ന് ഒരു വാർത്താപത്രത്തിൽ വരുന്നു. പിറ്റേന്ന് DMEയുടെ നേതൃത്വത്തിൽ ഒരു സംഘം അന്വേഷിച്ചിട്ട് അത് മനഃപൂർവ്വം കേടാക്കിയതാണ് എന്ന് പറഞ്ഞ് പിന്നീട് റിപ്പോർട്ടുകളും വരുന്നു. അപ്പോൾ ഇതിനെ സംബന്ധിച്ചാണ് ഞാൻ മനുഷ്യാവകാശ കമ്മീഷന് പരാതി കൊടുത്തത്. അതിൻ്റെ തുടർന്ന് ജോയിൻറ്റ് DME ഉൾപ്പെടെയുള്ള ആൾക്കാർ, വിവിധ HODമാർ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഒരു കമ്മീഷൻ രൂപീകരിച്ചുകൊണ്ട് അത് പരിശോധിക്കുകയും ആ പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി കമ്മീഷന് കൊടുക്കുകയും ആ കമ്മീഷൻ റിപ്പോർട്ട് എനിക്ക് ലഭിക്കുകയും ചെയ്തു. ആ ലഭിച്ച റിപ്പോർട്ടിൽ പറയുന്ന ഒന്നാമത്തെ ഒരു കാര്യമെന്ന് പറയുന്നത് യൂറോളജി വിഭാഗത്തിലെ സങ്കീർണവും വിലയേറിയതും അത്യാധുനികവുമായ ഉപകരണങ്ങൾ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടതാണ്. ഇവ അശ്രദ്ധയോടുകൂടിയാണ് കൈകാര്യം ചെയ്തിട്ടുള്ളതെന്ന് ബോധ്യപ്പെട്ടിരിക്കുന്നു. അപ്പോൾ മെഡിക്കൽ കോളേജിലെ ഒരു വിദഗ്ധ സംഘം തന്നെ പരിശോധിച്ചപ്പോൾ ആ മിഷൻ ഉപയോഗിച്ചത് വേണ്ട പരിഗണന കൊടുത്തിട്ടല്ല എന്നുള്ളത് റിപ്പോർട്ട് തന്നു. അതോടൊപ്പം കഴിഞ്ഞ മാസം ശ്രീകുമാർ, ഇവിടെ രണ്ട് ഡോക്ടേഴ്സ് നമ്മളോടൊപ്പം ഉണ്ട്. എനിക്ക് തോന്നുന്നു താങ്കൾ ആ മെഷീൻ TURP എന്ന് പറഞ്ഞ ട്രാൻസ് യൂറിത്രൽ റിസക്ഷൻ ഓഫ് പ്രോസ്ട്രേറ്റ് എന്ന ശസ്ത്രക്രിയാ യന്ത്രമാണ് അല്ലേ? അതെ അതെ ശരി, അതെ 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 ശരി. അപ്പോൾ അതെന്തോ ആയിക്കോട്ടെ, അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ സംഭവിച്ച കാര്യം അതല്ല. ഈ ആശുപത്രിയിലെ ഉപകരണത്തെ അതിന് വേണ്ടപ്പെട്ട ഒരു ഉപകരണം മാറ്റി പുതിയത് സ്ഥാപിക്കാൻ ആശുപത്രി വികസന സമിതിയിൽ കത്ത് കൊടുത്ത് മാസങ്ങൾ കഴിഞ്ഞിട്ടും, അല്ലെങ്കിൽ പ്രിൻസിപ്പലിന് കത്ത് കൊടുത്ത് മാസങ്ങൾ കഴിഞ്ഞിട്ടും പ്രിയപ്പെട്ട ഡോക്ടർ കയറി ഇറങ്ങി HDSലെ ഒരു സാധാ ക്ലർക്കിനെ പോലും തൊഴുതുകൊണ്ട് നിൽക്കേണ്ട ഒരു ഗതികേട് ഉണ്ടാക്കിയത് ഈ സംവിധാനമാണ്. ഈ സംവിധാനം എന്ന് പറയുമ്പോൾ ഞാനും ഈ നാട്ടിലെ സാധാരണ ജനങ്ങളും അല്ലെങ്കിൽ ഡോക്ടർ ലാലിനെ പോലെയുള്ള ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർമാരും ഒന്നുമല്ല അതിൻ്റെ ഉത്തരവാദി ആരോഗ്യമന്ത്രി തലപ്പത്തിരുന്നു കൊണ്ട് ആരോഗ്യമന്ത്രിക്ക് കീഴിൽ ആശുപത്രി HDS വരെയുള്ള എല്ലാവരുമാണ് അതിൻ്റെ കണ്ണികൾ. ആ കണ്ണികളുടെ നേരെയാക്കാൻ മന്ത്രിക്ക് സാധിക്കുന്നില്ല എന്ന് മന്ത്രി തന്നെ സമ്മതിച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ സമ്മതിച്ചിട്ട് പോയാൽ ഈ പ്രശ്നം പരിഹരിക്കുമായിരുന്നോ? ഈ ഡോക്ടർ സാധാരണ ഉള്ള സർവീസ് ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് ഇത് നടത്തിയത് കൊണ്ട് മാത്രമാണ് ഇന്ന് ശസ്ത്രക്രിയകൾ നടത്താൻ സാധിച്ചത്. അദ്ദേഹം വളരെ ദയനീയമായ അവസാന നിമിഷം ജോലി പോലും വേണ്ട, എന്നാലെങ്കിലും എൻ്റെ മനസ്സിലുള്ളത് തുറന്നു പറയണം എന്ന് പറഞ്ഞതുകൊണ്ടാണ്. അപ്പോൾ ആ പറഞ്ഞ അന്നത്തെ ദിവസം DME ഉൾപ്പെടെ മീറ്റിംഗ് കൂടിക്കൊണ്ട് ആ ഡോക്ടർക്കെതിരെ നടപടി സ്വീകരിക്കാനാണ് അവർ തീരുമാനമെടുത്തത്. പക്ഷേ പൊതുസമൂഹവും പൊതുജനങ്ങളുമൊക്കെ ഡോക്ടറിനെ പിന്തുണച്ചുകൊണ്ട് അതിശക്തമായി സോഷ്യൽ മീഡിയ ഉൾപ്പെടെ രംഗത്ത് വന്നത് കണ്ടുകൊണ്ടാണ് മന്ത്രിയും DMEയും ഉൾപ്പെടെയുള്ളവർ അത് മാറ്റിക്കൊണ്ട് പിറ്റേ ദിവസം പത്രസമ്മേളനം നടത്തുകയാണ്. ഡോക്ടർ സത്യസന്ധനാണ്, ഡോക്ടർ മഹാനാണ്, അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ് ശരിയാണ് എന്ന് പറയുകയും അദ്ദേഹത്തിനെതിരെയുള്ള നടപടി അവർ അവസാനിപ്പിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഇന്ന് ഹൈദരാബാദിൽ നിന്ന് ആ സാധനം വരുന്നു. ഇന്ന് ആ രോഗിക്ക് അവിടെ ചികിത്സ ലഭിക്കുന്നു, ശസ്ത്രക്രിയ നടത്തുന്നു. ഈ ഡോക്ടർ ഇത് തുറന്നു പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഈ മൂത്രാശയത്തിലെ കല്ലെന്ന് അസഹനീയമായ വേദനയുള്ള ഒരു സംവിധാനമാണ്. ആ വേദനയുമായി ഈ പാവപ്പെട്ട രോഗികൾ എത്രയോ മാസം കഴിഞ്ഞുകൂടേണ്ടി വരുമായിരുന്നു. അപ്പോൾ അത്തരത്തിൽ തുറന്നു പറഞ്ഞതുകൊണ്ട് 2 ദിവസത്തിനകത്ത് ഈ സാധനം ഇവിടെ എത്തി ശസ്ത്രക്രിയ നടന്നു എന്ന് പറയുമ്പോൾ ഇതൊരു ലാഘവത്തോടെ കാണാൻ കഴിയില്ല. ഇത് ആശുപത്രിയിലെ യൂറോളജി വിഭാഗത്തിലെ മാത്രം പ്രശ്നമല്ല. ഇത് ഡോക്ടർ പറയുമ്പോൾ അദ്ദേഹം HODയായി വന്ന അന്ന് മാത്രം ഉണ്ടായ വിഷയമല്ല. അതിനു മുമ്പ് 3-4 HODമാരുള്ളപ്പോഴുള്ള സംവിധാനത്തെക്കുറിച്ച് എനിക്ക് ഉത്തമ ബോധ്യം ഉള്ളത് കൊണ്ടാണ് ഞാൻ അന്ന് കമ്മീഷനെ സമീപിച്ചത്. 2 കേസുകളാണ് കൊടുത്തത്. ഒന്ന്, അവിടുത്തെ ഉപകരണം നശിപ്പിച്ചതിനെക്കുറിച്ച് അന്വേഷിക്കണം. 2, ഈ ഉപകരണം ഇല്ലാത്തത് കൊണ്ട് അന്ന് 130ഓളം രോഗികൾക്ക് ശസ്ത്രക്രിയ നടത്താതെ മാറ്റിവെക്കേണ്ടി വന്നു. അപ്പോൾ ആ സംഭവം 23 മുതൽ ഇത് തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇത് പുറത്തു വരുന്നില്ല. എന്നെപ്പോലെയുള്ള ഒരു സാധാരണക്കാരൻ വന്ന് പറഞ്ഞാൽ ഇത് ആര് കേൾക്കാൻ സാധിക്കും? ഇന്ന് ഇത്രയും ശ്രദ്ധ കിട്ടിയത് ഒരു യൂറോളജി വിഭാഗത്തിൻ്റെ മേധാവി തന്നെ പറയുമ്പോൾ അതിനത്ര ഗൗരവം കിട്ടിയിട്ട് അതിനുള്ള നടപടി സ്വീകരിക്കുന്നതിന് പകരം
അദ്ദേഹത്തെ അച്ചടക്കത്തിൻ്റെ വാളോങ്ങുകയും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മന്ത്രിയുടെ ഓഫീസിൽ അല്ലെങ്കിൽ CPM-ൻ്റെ നേതാക്കൾ വിരട്ടി അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് പിൻവലിപ്പിക്കുവാനാണ് അവർ ശ്രമിച്ചത്. അല്ലാതെ ആ സിസ്റ്റം നേരെയാക്കാനല്ല. ആ സിസ്റ്റത്തിന് കുഴപ്പമുണ്ടെന്ന് പറയുമ്പോൾ അതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത് സംസ്ഥാനത്തെ ആരോഗ്യവകുപ്പ് മന്ത്രിയാണ്. മന്ത്രി ആ കുറ്റം ഇവിടുത്തെ ഒരു സൂപ്രണ്ടിൻ്റെ മേൽ ചുമത്തിക്കൊണ്ട് അതിൽ തലയൂരാൻ പറ്റുമോ എന്നാണ് ആലോചിക്കുന്നത്.